ലോകം കാത്തിരിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന് ഇനി പന്തുരുളാൻ കേവലം 9 ദിവസത്തിന്റെ ഇടവേള മാത്രമേ ഉള്ളൂ. മെസ്സിക്കും റൊണാൾഡോയ്ക്കും നെയ്മറിനുമൊപ്പം പന്ത് തട്ടാൻ ഇത്തവണ ഒരു മലയാളിയുണ്ട്. ഖത്തർ ടീമിനായി പന്ത് തട്ടാൻ ഇറങ്ങുന്നത് തഹസീൻ മുഹമ്മദാണ്. അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്, കണ്ണൂർ വളപട്ടണം സ്വദേശിയാണ്. വലിയ സന്തോഷമാണ് നാടിനെല്ലാം. ഇപ്പോൾ പ്രവാസ ലോകത്തിലാണെങ്കിലും ഇപ്പോൾ ബന്ധുക്കളൊക്കെ തന്നെ വലിയ സന്തോഷത്തിലാണ്. എല്ലാവരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വലിയ സന്തോഷമുള്ള കാര്യമാണല്ലേ? വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം. നമ്മളെ ഇന്ത്യയിലും ലോകകപ്പ് നിങ്ങൾ പറഞ്ഞതുപോലെ നെയ്മറിനോടൊപ്പവും മെസ്സിയോടൊപ്പം ഒക്കെ റൊണാൾഡോടൊപ്പം കളിക്കാൻ വേണ്ടിയുള്ള കളിക്കാരുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലും വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല കളിക്കാർ, ലോക നിലവാരത്തിലുള്ള കളിക്കാർ ഉണ്ടാകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ തഹസീൻ മുഹമ്മദ്. അവസാനം എപ്പോഴാണ് നാട്ടിലേക്ക് വന്നത്? അവൻ ഇപ്പൊ വന്നിട്ട് ഓൾമോസ്റ്റ് 4 years ആയി. അവന്റെ ഗ്രാൻഡ് മദറിന്റെ ഡെത്ത് സമയത്താണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അവൻ കളിച്ചോളുന്ന വീടാ ഇത്. അവന് ഇപ്പൊ 4 വർഷമായി എത്തിയിട്ട് നാട്ടില്. കുട്ടിക്കാലം തൊട്ടേ ഫുട്ബോളിന് പിന്നെയാണ്? കുട്ടിക്കാലത്ത് തൊട്ടേ ഫുട്ബോളായിട്ട് വളരെ കമ്പാണ്. ഗൾഫിൽ നിന്ന് വരുന്ന സമയത്തും ബോളും എല്ലാം ആയിട്ട് തന്നെ വരിക. ഇനി മഴയായാലും വെയിലായാലും എല്ലാം ഇവിടുന്ന് ബോൾ കളി തന്നെയാണ്. എല്ലാ സമയവും ബോൾ ആയിട്ടുള്ള ഒരു സമ്പർക്കം തന്നെയാണ് എനിക്കുള്ളത്. ടീമിൽ സെലക്ഷൻ കിട്ടിയതിനു ശേഷം കസിൻസിനെ കുറിച്ചിട്ടുണ്ടായിരുന്നു? എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഗ്രൂപ്പിലെല്ലാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അലഹംദുലില്ലാ എല്ലാം ഭയങ്കര സന്തോഷത്തില്ല. അവൻ വിചാരിച്ച പോലെ വിവരങ്ങളിൽ എത്തട്ടെ. എന്താ പറയാനുള്ളത്? മെസ്സിക്ക് റൊണാൾഡോക്കൊപ്പാണ്. അതാണ് ഇവർക്ക് അത് പറയുമ്പോൾ തന്നെ ആക്ച്വലി ഒരു ഗൂസ് ബംസ് പോലെ വരുന്നത്. അൽഹംദുലില്ലാ ഇനിയും നല്ല വിവരങ്ങളിട്ട് ഗോൾ അടിക്കാനൊക്കെ പറ്റട്ടെ. നമ്മുടെ കസിൻസ് ഭയങ്കര സന്തോഷത്തിലാണ്. സാധാരണ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഇതുവരെ വേൾഡ് കപ്പ് കളിക്കാൻ അവസരങ്ങളൊക്കെ വളരെ അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പൊ സ്വന്തം നാട്ടിൽ സ്വന്തം കുടുംബത്തിലൊരാള് വരുന്ന പറയുമ്പോൾ അതെന്നെ പറയും. നിങ്ങൾ ഈ പറയുമ്പോൾ തന്നെ ഒന്ന് കോരിത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഒരു ആവേശം. ഇത് ദിവസങ്ങളല്ലേ ഉള്ളൂ, ഇനി 9 ദിവസം. 13-നാണ് അവരുടെ മാച്ച് എന്ന് തോന്നുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒരു അഭിമാനമാണ് വളപട്ടണത്തിന് പറയാനുള്ളത്. അവരിനിയും മുന്നോട്ട് വരട്ടെ. വലിയ സന്തോഷത്തിൽ തന്നെയാണ് നാട്ടുകാരെല്ലാവരും. കാരണം സെവൻസ് ഫുട്ബോളിനടക്കം വലിയ വളക്കൂറുള്ള നാടാണ് വളപട്ടണം എന്നത്. കണ്ണൂരിലെ വളപട്ടണത്തിന് അത്രയും വലിയ ഫുട്ബോൾ പാരമ്പര്യമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു യുവാവ് ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തുകയാണ്. ഇനിയും കൂടുതൽ ആളുകൾ തഹസിനെ മാതൃകയാക്കി മുന്നോട്ടേക്ക് വരണമെന്ന് തന്നെയാണ് ഇവർക്കെല്ലാവർക്കും പറഞ്ഞു വെക്കാനുള്ളത്. വിനോദ് മൊറാഴയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്. ഫുട്ബോൾ ലോകകപ്പിൽ എന്ന് ഇന്ത്യൻ സാന്നിധ്യം ഉണ്ടാകുമെന്ന് കാത്തിരിക്കുന്നവരാണ് നമ്മൾ ഈ കൊച്ചു കേരളത്തിലെ മലയാളികളെല്ലാം. അപ്പൊ ഇന്ത്യൻ സാന്നിധ്യം ഇല്ലെങ്കിലും ഇന്ത്യയിൽ നിന്ന് 2 പ്രതിനിധികളുണ്ട്. അതിലൊരാൾ വേറെ നാട്ടുകാരനാണ്, ന്യൂസിലൻഡിനായിട്ടാണ് കളിക്കുന്നത്. നമ്മുടെ കേരളത്തിനെ ഭാഗത്ത് നിന്ന് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് തഹസീൻ ഉണ്ട് എന്നുള്ളതാണ്. ഖത്തർ ടീമിനായിട്ടാണ് കളിക്കുന്നതെങ്കിലും നമ്മുടെ സ്വന്തം ആള് തന്നെയാണ്. നമ്മുടെ മനസ്സ് നിറയെ തഹസീന്റെ ആ കളി കാണാനുള്ള കാത്തിരിപ്പാണ്. നമുക്കിപ്പം സാരംഗ് സുരേഷ് ചേരുന്നുണ്ട് തത്സമയം. സാരംഗ്, ഇപ്പൊ എല്ലാ ഫുട്ബോൾ കാലത്തും നമ്മൾ കാണുന്നതാണ് നമ്മുടെ നാട്ടിൽ വലിയ ആരാധക ബന്ധം. അർജന്റീന ടീം അല്ലെങ്കിൽ ബ്രസീൽ ടീം എന്നൊക്കെ പറഞ്ഞ ആ പതാകകൾ ഇവിടെ ഇങ്ങനെ പാറി പറക്കുന്നതും ഓരോരുത്തരുടെ കട്ടൗട്ടുകൾ ഉയരുന്നതൊക്കെ കാണാം. അപ്പൊ ഇത്തവണ എന്തായാലും ഖത്തർ ടീമിനായിട്ടും വലിയൊരു വിഭാഗം മാറി നിൽക്കും അല്ലേ? ഫുട്ബോൾ വേൾഡ് കപ്പിനോട് അടുക്കുന്ന സമയത്ത് മലയാളി എന്നുള്ള സത്വത്തിനേക്കാൾ ഉപരിയായി ഞങ്ങൾ ബ്രസീൽ ആരാധകരാണ്, അല്ലെങ്കിൽ അർജന്റീന ആരാധകരാണ്, അല്ലെങ്കിൽ സ്പെയിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആരാധകരാണ് എന്നൊക്കെ തന്നെ അഭിമാനത്തോടു കൂടി പറയുന്ന ആ കായിക പാരമ്പര്യത്തിനെ അങ്ങനെ ആ രീതിയിൽ ബഹുമാനിക്കുന്ന, ചേർത്തണച്ചു പിടിക്കുന്ന ഒരു കാഴ്ചപ്പാടുള്ള ആളുകളാണ് മലയാളികൾ. പലപ്പോഴും ശരിക്കും നമ്മുടെ നാടിൻ്റെ ഒരു അടയാളം എപ്പോഴോ ഈ കായിക ഭൂപടത്തിൽ, കായിക മാമാങ്കത്തിൽ ഉണ്ടാവേണ്ടിയിരുന്നു. അത് ഉണ്ടായില്ല. അത് ഒരു പക്ഷേ വിധിയും നമ്മുടെ ഭാഗ്യദോഷം എന്നൊക്കെ തന്നെ പറയേണ്ടി വരും. പക്ഷേ തഹസീൻ ആ ഒരു ചരിത്രം പൂർണ്ണമായി മാറ്റി എഴുതുകയാണ്. ഒരു മലയാളി യുവാവ് ഖത്തറിനായിട്ട് ബൂട്ടണിയുന്നു, വേൾഡ് കപ്പിലേക്ക് എത്തുന്നു. നെയ്മറിനെയും മെസ്സിയെയും റൊണാൾഡോയും പോലുള്ള മഹാരഥന്മാരായ ഫുട്ബോളർമാരോടൊപ്പം കളിക്കാൻ, പന്ത് തട്ടാൻ ഒരു അവസരം കിട്ടുന്നു. തീർച്ചയായും അദ്ദേഹം കളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വടക്കൻ മേഖലയിലുള്ള കുട്ടികൾക്കിടയിലൊക്കെ തന്നെ വലിയ രീതിയിലൊരു ആവേശം, ഒരു മൈലേജ് കൂടുതലായിട്ട് വരും എന്നുള്ളത് തന്നെയാണ്. കാരണം കൂടുതൽ ആളുകൾക്ക് ഇനി ഫുട്ബോളിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാകാനും ഫുട്ബോൾ ഇനിയും ചർച്ചയാവാത്ത സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ചർച്ചയായി മാറുമെന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് യാതൊരു സംശയവുമില്ല. തഹസീനെ പോലുള്ള ആളുകൾ തന്നെയാണ് ഇനിയും ഉണ്ടായി വരേണ്ടത്. കുടുംബത്തിനെയൊക്കെ തന്നെ ആ ഒരു സന്തോഷം അവരുടെ വാക്കുകളിലൊക്കെ തന്നെ നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. വലിയ സന്തോഷത്തിലാണ് നാട്. കാരണം വളപട്ടണമൊക്കെ തന്നെ അത്രത്തോളം, മലപ്പുറത്തിനെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ പറയുന്നത് പോലെ സെവൻസ് ഫുട്ബോളിൻ്റെ അത്രയും മഹനീയമായ ഒരു ചരിത്രമുള്ള നാടാണ്. അപ്പോൾ അവിടെയൊക്കെ എല്ലാവരും വലിയ അഭിമാനത്തിലാണ്, വലിയ സന്തോഷത്തിലാണ്. അപ്പോൾ ആ ഒരു സന്തോഷം നിലനിർത്താനായിട്ട് മിന്നുന്ന പ്രകടനം തഹസീന് വേൾഡ് കപ്പിൽ നടത്താൻ സാധിക്കും. അഭിമാന നിമിഷമാണ്. നാടിന് പ്രതീക്ഷയുണ്ട്, കുടുംബത്തിന് പ്രതീക്ഷയുണ്ട്. അങ്ങനെ വലിയൊരു വിഭാഗം തന്നെ തഹസീന്റെ പ്രകടനം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ തഹസീന് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും.